ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു വിശദീകരണം നൽകുകയാണ്. ആ വിശദീകരണങ്ങളുടെ വിശദാംശങ്ങളുമായി പി ബസന്ത് തുടക്കത്തിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. ബസന്ത്, ഇപ്പോൾ എല്ലാ വിവരങ്ങളും കൽബുർഗി SP കൈമാറി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. 2023 സെപ്റ്റംബർ 6 വിവരങ്ങൾ നൽകിയെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. ഈ കാര്യം അന്വേഷിച്ച് 18 കത്തുകൾ നൽകി. പക്ഷേ കൃത്യമായി വിവരങ്ങൾ നൽകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം. പക്ഷെ അതേ സമയത്ത് തന്നെ ഈ തരത്തിൽ വോട്ട് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം അവിടെ ഉണ്ടായി എന്ന കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനും സ്ഥിരീകരിക്കുകയാണോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്പം മുമ്പാണ്, അതായത് കർണാടക CEO ആണ് ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് 6018 അപേക്ഷകൾ ലഭിച്ചിരുന്നു എന്ന് സമ്മതിക്കുന്നുണ്ട്. അത് 2022 ഡിസംബറിലാണ് ലഭിച്ചത്. അതിൽ 24 ഒഴിച്ച് ബാക്കിയെല്ലാം വ്യാജമാണ്, അല്ലെങ്കിൽ ശരിയല്ലാത്തതാണ് ഇത്തരം അപേക്ഷകൾ എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കപ്പെടുന്നത്. അതായത് 6018 അപേക്ഷകൾ ലഭിച്ചപ്പോൾ അത് എങ്ങനെയാണ് ഇത്ര അപേക്ഷകൾ വന്നത് എന്നുള്ള പരിശോധന ബൂത്ത് തലത്തിൽ നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് 24 ശരിയാണെന്ന് കണ്ടെത്തുകയും ബാക്കിയുള്ളവ നിരസിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇത് സംബന്ധിച്ച ഒരു പരാതി 2023 ഫെബ്രുവരി മാസത്തിൽ അലന്ത് പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട്. FIR രജിസ്റ്റർ ചെയ്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതിന് പുറമെ സെപ്റ്റംബർ മാസത്തിൽ, അതായത് 2023 സെപ്റ്റംബർ മാസത്തിൽ തന്നെ അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട എല്ലാ വിവരങ്ങളും, അതായത് ഇന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച IP നമ്പർ അടക്കമുള്ളവ, മൊബൈൽ നമ്പറുകൾ അടക്കമുള്ളവ എല്ലാം കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരം. മാത്രമല്ല, വിവിധ സമയങ്ങളിലായി, വിവിധ ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും സൈബർ വിഭാഗവും ചേർന്ന് തന്നെ നിരവധി യോഗങ്ങൾ ചേർന്നിട്ടുണ്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാനെന്നാണ് ഇപ്പോൾ കർണാടക CEO വിശദീകരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആരോപണം 6018 അപേക്ഷകൾ ലഭിച്ചിരുന്നു, അത് വിവിധ ആപ്പുകളിൽ നിന്നാണ് ലഭിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. അത് സമ്മതിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവിധ ആപ്പുകളിൽ നിന്നാണ്, ഗരുഡ, VLH, അതുപോലെ NSVP തുടങ്ങിയ ആപ്പുകളിൽ നിന്നാണ് ഈ അപേക്ഷകൾ ലഭിച്ചതെന്ന് പറയുന്നു. ഈ ആപ്പുകളിൽ ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള മൊബൈൽ നമ്പറുകൾ, ഇവയുടെ IP അഡ്രസ്സുകൾ, എല്ലാ വിവരങ്ങളും, ആരാണ് ഇത് നൽകിയത് എന്നതടക്കമുള്ള അവരുടെ പേരുകൾ അടക്കമുള്ള വിവരങ്ങൾ ഞങ്ങൾ കൈമാറിയിരുന്നു എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ആരോപണം 18 തവണ അന്വേഷണ ഉദ്യോഗസ്ഥർ, അതായത് കർണാടക CID ഈ വിവരങ്ങൾ ചോദിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ള ആ ആരോപണത്തെ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിക്കുകയാണ്. ആദ്യമായി FIR ഫയൽ ചെയ്തത് ഞങ്ങളാണ്. വിവരങ്ങൾ 6 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ കൈമാറിയിരുന്നു. നിരവധി തവണ യോഗം ചേർന്നിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലപാട്. മാത്രമല്ല, നേരത്തെ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ അവരുടെ വിശദീകരണം എന്ന് പറയുന്നത് ഓൺലൈനിലൂടെ ആരുടെയും വോട്ട് മാറ്റാൻ കഴിയില്ല എന്നുള്ളത് അവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഒരാളുടെ വോട്ട് മാറ്റാനുള്ള ഒരു അപേക്ഷ ലഭിച്ചാൽ ആ ആളെ വിളിച്ച് അവരുടെ ഭാഗം കേട്ട ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. ശരി, പി ബസന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.